ഹായ് വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഷ് മൈഗ്രേഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏഴാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ഈ മൈഗ്രേഷൻ ഇൻ ഫിഷസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക് ആണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫിഷിന്റെ മൈഗ്രേഷൻ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അവരെങ്ങനെയാണ് അവരുടെ മൂവ്മെന്റ്, മൈഗ്രേഷൻ സമയത്തുള്ള മൂവ്മെന്റ് എങ്ങനെയാണ്, ദെൻ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫിഷിന്റെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പീരിയോഡിക് മൂവ്മെന്റ് ആണ്. ഓക്കെ, ഒരു പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് വേറൊരു ഹാബിറ്റാറ്റിലേക്കുള്ള അവരുടെ പീരിയോഡിക് മൂവ്മെന്റിനെയാണ് നമ്മൾ മൈഗ്രേഷൻ, ഫിഷ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാവാം? സ്പോണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഫുഡ് ഫീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ എന്താവാം, എൻവയോൺമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ട് ആ ഒരു എൻവയോൺമെന്റിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർ വേറെ ഒരു ഹാബിറ്റാറ്റിലേക്ക് പോകാം, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഓക്കെ ആവുമ്പോൾ തിരികെ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പീരിയോഡിക് മൂവ്മെന്റിനെയാണ് നമ്മൾ ഫിഷ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചില സ്പീഷീസിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത് ഈ മൈഗ്രേഷൻ ആണ്. അതായത് ചില സ്പീഷീസ് സജസ്റ്റ് സാൽമൺ പോലുള്ളത് എന്താണ്, അവര് മറൈൻ ഫിഷസ് ആണ്, പക്ഷെ അവർ സ്പോൺ ചെയ്യാൻ എങ്ങോട്ട് പോകും? ഫ്രഷ് വാട്ടറിലേക്ക് പോകും. ഓക്കെ, അവിടെയാണ് അവര് ബ്രീഡ് ചെയ്യുന്നതും സ്പോൺ ചെയ്യുന്നതും. ഓക്കെ, സ്പോൺ ചെയ്തിട്ട് എന്താ യങ് വൺസ് തിരികെ മൈഗ്രേറ്റ് ചെയ്ത് സീയിലേക്ക് വരുന്നു. അപ്പൊ ഇതാണ് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൽ അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മൈഗ്രേഷനെ പറ്റിയിട്ടാണ്. മൈഗ്രേഷൻ പല തരത്തിലുണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്പോണിങ്ങിന്റെ പർപ്പസിന് വേണ്ടി, അതായത് മുട്ടയിടാൻ അല്ലെങ്കിൽ അങ്ങനെ എഗ് ലേ ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു മൈഗ്രേഷന്റെ ടൈപ്സ് ആണ്. ഡയഡ്രോമസ് മൈഗ്രേഷൻ ഉണ്ട്, പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ ഉണ്ട്, ഓഷ്യാനോഡ്രോമസ് മൈഗ്രേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഡയഡ്രോമസ് മൈഗ്രേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. അനാഡ്രോമസ് മൈഗ്രേഷനും കാറ്റഡ്രോമസ് മൈഗ്രേഷൻ. ഇതിൽ ആൻഡ്രോമസ് എന്ന് തന്നിട്ടുള്ളത് അനാഡ്രോമസ് ആണ്. അതിൽ ഒരു മിസ്റ്റേക്ക്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അനാഡ്രോമസ് മൈഗ്രേഷൻ, കാറ്റഡ്രോമസ് മൈഗ്രേഷൻ. ഇതോടൊപ്പം തന്നെ മറ്റൊരു ടൈപ്പ് ഉണ്ട്, ആംഫിഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയും. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ പൊട്ടാമോഡ്രോമസ്, പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ അനദർ ടൈപ്പ് ഓഫ് സ്പോണിംഗ് മൈഗ്രേഷൻ ആണ്. അതുപോലെ ഓഷ്യാനോഡ്രോമസ്. ഇതില് അനാഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നു. ഓക്കെ, സീ വാട്ടറിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നു. അനാഡ്രോമസ്. ആനയൊക്കെ എപ്പോഴും എവിടെ ഇറങ്ങാറ്? കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ അല്ലേ ഇറങ്ങുന്നത്. പുഴയൊക്കെ എന്താണ്? ഫ്രഷ് വാട്ടർ ആണ്. അപ്പൊ അനാഡ്രോമസ് മൈഗ്രേഷൻ എന്താണ്? ഇറങ്ങുന്നത് എങ്ങോട്ടാണ്? പുഴയിലേക്ക് അല്ലെങ്കിൽ ആറ്റിലേക്ക്. അതാണ് അനാഡ്രോമസ് കൊണ്ട് നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ദെൻ കെറ്റാഡ്രോമസ്, കെറ്റാഡ്രോമസ് എന്താണ്? കടലിലേക്ക്. ഓക്കെ, ഫ്രം ഫ്രഷ് വാട്ടർ ടു സീ വാട്ടർ, ഫ്രഷ് വാട്ടറിൽ നിന്ന് സീ വാട്ടറിലേക്ക് പോകുന്നു, കടലിലേക്ക്. കെറ്റാഡ്രോമസ്. ഓക്കെ, ദെൻ പൊട്ടാമോഡ്രോമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൽ നിന്ന് മറ്റൊരു ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലേക്ക് പോകുന്നു. അതായത് വിത്തിൻ ദ ഫ്രഷ് വാട്ടർ എന്ത് ചെയ്യുന്നു? ഫ്രഷ് വാട്ടറിനുള്ളിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നു? ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് മറ്റൊരു ഹാബിറ്റാറ്റിലേക്ക് പോകുന്നു. അതാണ് പൊട്ടാമോഡ്രോമസ്. ഇനി ഓഷ്യാനോഡ്രോമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീ വാട്ടറിൽ നിന്ന് സീ വാട്ടറിലേക്ക്. അപ്പൊ ഇതാണ് സ്പോണിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് തന്നിട്ടുള്ളത് എന്താണ്, ഓരോ ടൈപ്പ്, അതായത് അനാഡ്രോമസിന്റെ ആയാലും കെറ്റഡ്രോമസിന്റെ ആയാലും ഒക്കെ ഓരോ എന്താണ് പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ പിക്ചർ കണ്ട് കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഈ എന്താണ് ആദ്യം ആ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ഓരോന്നും എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് പിക്ചർ അനലൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ, അപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ആണ് നോക്കുന്നത്. ഇവിടെ ഈ പറയുന്നത് എന്ന് വെച്ചാൽ എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ട്, ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മൈഗ്രേഷൻ നടക്കുന്നത് എന്ന് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ടൈപ്പ് മൈഗ്രേഷൻ ഉണ്ട്. ഓക്കെ, അതായത് പർപ്പസ്, എന്താണ് പർപ്പസ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് എലിമെന്ററി അല്ലെങ്കിൽ ഫീഡിംഗ് മൈഗ്രേഷൻ. ഇപ്പൊ ഫീഡിംഗ് മൈഗ്രേഷൻ എന്ന് പേരിൽ നിന്ന് മനസ്സിലാകുന്നു, ഫീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. മൈഗ്രേഷൻ ഫോർ സെർച്ച് ഓഫ് ഫുഡ്. ഓക്കെ, സെർച്ച് ഓഫ് ഫുഡ് ഗ്രൗണ്ട്, അതായത് ഫുഡ് ഗ്രൗണ്ട് സെർച്ച് ചെയ്തുകൊണ്ടുള്ള മൈഗ്രേഷൻ ആണിത്. അപ്പൊ ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഈ ഫീഡിംഗ് മൈഗ്രേഷൻ നടക്കുന്നത് അവരുടെ ഹാബിറ്റാറ്റിനകത്ത് ഉള്ള ഫുഡ് എക്സോസ്റ്റ് അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് റിസോഴ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ, തീരുമ്പോഴാണ് ഇവർ എന്ത് ചെയ്യുന്നത്? മറ്റൊരു ഫുഡ് ഗ്രൗണ്ട് അന്വേഷിച്ച്
മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അലിമെന്ററി അല്ലെങ്കിൽ ഫീഡിംഗ് മൈഗ്രേഷൻ എന്ന് പറയും. ഇനി രണ്ടാമത്തതാണ് ഗാമീറ്റിക് അല്ലെങ്കിൽ സ്പോണിംഗ് മൈഗ്രേഷൻ. സ്പോണിംഗ് മൈഗ്രേഷൻ എന്താണ്? ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ പർട്ടിക്കുലർ സ്പോണിംഗ് ഗ്രൗണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു ഫിഷസ്. ഇനി മൂന്നാമത്തത് ക്ലൈമാറ്റിക് അല്ലെങ്കിൽ സീസണൽ മൈഗ്രേഷൻ എന്ന് പറയും. അതായത് സ്യൂട്ടബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ, അതായത് അവര് ഇപ്പോ ഉള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് അവർക്ക് എന്താണ് സർവൈവ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉള്ള ഒരു ഭാഗത്തേക്ക് അവർ എന്ത് ചെയ്യുന്നു? മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു. അതാണ് ക്ലൈമാറ്റിക് അല്ലെങ്കിൽ സീസണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ഓസ്മോ റെഗുലേറ്ററി മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ, അതിന്റെയൊക്കെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് സീയിൽ നിന്ന്, ചിലപ്പോൾ സീൽ ആയിരിക്കുന്ന സമയത്ത് എന്താണ് അയോൺസിന്റെ അളവ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ ഒക്കെ അളവ് ബോഡിയിൽ കൂടുമ്പോൾ ഇവരെ എന്ത് ചെയ്യാം? ഫ്രഷ് വാട്ടറിലേക്ക് പോകാം. ഓക്കെ, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലായിരിക്കുമ്പോൾ അയോൺസിന്റെ അളവ് കുറയുകയാണെങ്കിൽ എങ്ങോട്ടേക്ക് പോകാം? സീയിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോ റെഗുലേറ്ററി മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തെ ഒരു ടൈപ്പാണ് ജുവനൈൽ മൈഗ്രേഷൻ. ഈ ജുവനൈൽ മൈഗ്രേഷൻ നടത്തുന്നത് ആരാണ്? ലാർവയാണ്. ലാർവൽ മൈഗ്രേഷനെയാണ് നമ്മൾ ജുവനൈൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് സ്പോണിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഫീഡിംഗ് ഹാബിറ്റേറ്റ്, അതായത് നമ്മുടെ ഫിഷസ് എങ്ങോട്ടേക്ക് പോകുന്നു? സ്പോൺ ചെയ്യാൻ സ്പോണിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെ സ്പോൺ ചെയ്ത് കഴിഞ്ഞിട്ട് യങ് ഫിഷസ് എന്ത് ചെയ്യണം? സ്പോണിംഗ് ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീഡിംഗ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ പാരന്റിന്റെ ഹാബിറ്റാറ്റിലോട്ട് തിരിച്ചു വരണം. അപ്പൊ ആ തിരിച്ചു വരുന്ന മൈഗ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു മൈഗ്രേഷനെയാണ് നമ്മൾ ജുവനൈൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പർപ്പസ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ പർപ്പസ് എന്തൊക്കെ ടൈപ്പ് മൈഗ്രേഷൻ ഉണ്ട് എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോണിംഗ് മൈഗ്രേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ സ്പോണിംഗ് മൈഗ്രേഷനിലെ ഡയഡ്രോമസ് മൈഗ്രേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, ഇതൊരു ട്രൂ മൈഗ്രേറ്ററി ഫിഷ് നടത്തുന്ന ഒരു മൈഗ്രേഷൻ ആണ് എന്ത്? ഈ ഡയഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അവരുടെ എന്താണ് ഈ മൈഗ്രേഷൻ അവരുടെ ഓസ്മോട്ടിക് ഇംബാലൻസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? പെർഫെക്റ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ആണ്. ഇനി ഡയഡ്രോമസ് മൈഗ്രേഷൻ എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ആംഫിഡ്രോമസ്, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അനാഡ്രോമസ് ആൻഡ് കാറ്റഡ്രോമസ്. ഓക്കെ, അല്ല നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യാത്തൊരു എന്താ പേരാണ് ഈ ആംഫിഡ്രോമസ് എന്ന് പറയുന്നത്. ആംഫിഡ്രോമസ് എന്താന്ന് ചോദിച്ചാൽ ദി ടു ആൻഡ് ഫ്രോ മൈഗ്രേഷൻ ഓഫ് ഫിഷസ് ബിറ്റ്വീൻ സീ ആൻഡ് റിവർ. അതായത് സീയിൽ കടലിൽ നിന്ന് എങ്ങോട്ടേക്ക്? റിവറിലേക്ക് ഉള്ള ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടേക്കും പോവും തിരിച്ചും വരും. അങ്ങനെയുള്ള ടു ആൻഡ് ഫ്രോ മൈഗ്രേഷനാണ് നമ്മൾ ആംഫിഡ്രോമസ്. ആംഫി വെച്ചാൽ രണ്ടും ഉണ്ട് എന്നർത്ഥം. ഇതെന്തിനാണ്? ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടല്ല, ബട്ട് നോട്ട് ഫോർ ബ്രീഡിംഗ് പർപ്പസ്. ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള മൈഗ്രേഷൻ അല്ല ഇത്. അതാണ് ഈ ആംഫിഡ്രോമസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ്? ദിസ് ഇസ് മെയിൻലി ഫോർ ഫുഡ് ആൻഡ് ഡ്യൂ ടു എൻവയോൺമെന്റൽ സ്ട്രെസ്. എൻവയോൺമെന്റൽ സ്ട്രെസ് ഒക്കെ കാരണം പോകുന്നതാണ് ഈ ആംഫിഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടത്തുന്നത് ആരാണ്? ഗോബി എന്ന് പറയുന്ന സ്പീഷീസിൽ മാത്രമാണ് ഈ ഒരു ആംഫിഡ്രോമസ് മൈഗ്രേഷൻ ഉള്ളത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത് പറയുന്നതാണ് അനാഡ്രോമസ് മൈഗ്രേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ മൈഗ്രേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അനാഡ്രോമസ്. ആന ഇറങ്ങുന്നത് എവിടെയാണ്? ആറ്റിലാണ്, അല്ലെങ്കിൽ എവിടെയാണ്? റിവറിലാണ്, അല്ലെ? ഫ്രഷ് വാട്ടറിലാണ്. അപ്പം സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക്, ഫ്രം സീ ടു ദ ഫ്രഷ് വാട്ടർ ആണ് എന്ത്? അനാഡ്രോമസ് മൈഗ്രേഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പോണിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫിഷ് അവരുടെ ഒരു ലൈഫ് സൈക്കിളിന്റെ മോസ്റ്റ് ടൈമും എവിടെയായിരിക്കും? സീയിലായിരിക്കും. അതായത് അനാഡ്രോമസ് മൈഗ്രേഷൻ കാണിക്കുന്ന ഫിഷസ് അവരുടെ ലൈഫ് സൈക്കിളിലെ മോസ്റ്റ് ഓഫ് ദ ടൈമും അവർ സ്പെൻഡ് ചെയ്യുന്നത് സീയിലായിരിക്കും. ഓക്കെ, അവര് ഫീഡ് ചെയ്യുന്നതും ജീവിക്കുന്നതും ഒക്കെ എവിടെയാണ്? സീയിലാണ്. അവരെന്തിനു വേണ്ടി മാത്രം? ബ്രീഡിംഗ് സീസണിൽ ബ്രീഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പോൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരെങ്ങോട്ടേക്ക് പോകുന്നത്? സ്പോണിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അവരുടെ സ്പോണിംഗ് ഗ്രൗണ്ട് എവിടെയാണ്? റിവറിലാണ്. കാരണം എന്താണ്? അവരുടെ ജുവനൈൽസിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഫ്രഷ് വാട്ടർ വേണം. ഓക്കെ, അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? ബ്രീഡിംഗ് സീസണിൽ റിവറിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നു. ദാറ്റ് ഇസ് അനാഡ്രോമസ് മൈഗ്രേഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സാമൺ ഫിഷ്, ഹിൽസ, ലാംപ്രേ ഒക്കെയാണ് അനാഡ്രോമസ് മൈഗ്രേഷൻ കാണിക്കുന്ന സ്പീഷീസ്.
അപ്പൊ സാമൺ എപ്പോഴാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വിന്റർ സീസണിലാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും? ഫീഡ് ചെയ്യില്ല. അവര് ഫീഡിങ് നിർത്തും. അതുപോലെ അവരുടെ കളർ ചേഞ്ച് സംഭവിക്കും. എന്താ, സിൽവർ കളറിൽ നിന്ന് അവരെ ഡൾ റെഡിഷ് ബ്രൗൺ കളറിലേക്ക് മാറും. മാത്രമല്ല അവരുടെ ഗൊണാഡ്സ് എന്ത് ചെയ്യും? ഈ മൈഗ്രേഷന്റെ സമയത്തായിരിക്കും മെച്ചുർ ആവുന്നത്. ഓക്കെ. അപ്പോൾ അനാഡ്രോമസ് മൈഗ്രേഷൻ ആണ്, അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. അതിൽ നോക്കിയാൽ അറിയാം, ഫ്രഷ് വാട്ടറിൽ നിന്ന് മറൈൻ, അതാണ് സോറി, മറൈനിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക്, അതാണ് അതിന്റെ ഒരു എന്താ പാത്വേ എന്ന് പറയുന്നത്. മറൈനിൽ നിന്ന് എന്താ എസ്റ്ററിയിലേക്ക് വരുന്നു, അവിടെ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നു. അതാണ് ഈ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സാമൺ, ഹിൽസ, ലാംബ്രെ, 3 ഫിഷസിനെയാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. അനാഡ്രോമസ് എന്താണ്? ഫ്രം സീ ടു ഫ്രഷ് വാട്ടർ ഇൻ പർപ്പസ് ഓഫ് സ്പോണിങ്. എക്സാമ്പിൾ സാമൺ, ഹിൽസ, ലാംബ്രെ. ഇതാണ് ഇതിൽ ഓർത്തിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. അടുത്ത് നമ്മൾ കാറ്റാഡ്രോമസ് നോക്കുകയാണ്. കാറ്റാഡ്രോമസ് എന്താണ്? തിരിച്ചാണല്ലേ. കാറ്റ നമ്മൾ കടലിലേക്ക് എന്ന് പറഞ്ഞു അല്ലേ. മറ്റേത് ആറ്റിലേക്ക്, ഇതെന്താണ്? കടലിലേക്ക്. ഫ്രം ഫ്രഷ് വാട്ടർ ടു സീ ഫോർ ബ്രീഡിങ്. അതായത് ഫ്രഷ് വാട്ടർ ഫിഷസ് ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി സീയിലേക്ക് അല്ലെങ്കിൽ ഓഷനിലേക്ക് വരും. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് ഫ്രഷ് വാട്ടർ ഈൽ. ഫ്രഷ് വാട്ടർ ഈലായിരുന്നു ഈ ഒരു കാറ്റഡ്രോമസ് മൈഗ്രേഷൻ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിഷ് എന്ന് പറയുന്നത്. ബോത്ത് യൂറോപ്യൻ ഈലും അമേരിക്കൻ ഈലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഇവർ എന്ത് ചെയ്യുന്നു? ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടിനെന്റൽ റിവേഴ്സിൽ നിന്ന് സർഗാസോസ് സീയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ബൈ ക്രോസിംഗ് അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷൻ ക്രോസ് ചെയ്തുകൊണ്ടാണ് അവർ സർഗാസോസ് സീയിലേക്ക് എത്തുന്നത്. ഓക്കെ. ഇനി ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ മൈഗ്രേഷൻ സം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും എന്താണ്? മൈഗ്രേഷന് മുന്നേയും മൈഗ്രേഷൻ നടക്കുന്ന സമയത്തും ഇവർക്ക് കുറച്ച് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്ന് പറയുന്നത്? ഇവരുടെ കളർ ചേഞ്ച് ആവും. നേരത്തെയും കളർ ചേഞ്ച് ആവുന്ന കാര്യം നമ്മൾ പറഞ്ഞു, സാമന്റെ കളർ ചേഞ്ച് ആവും. അതുപോലെ ഇവിടെ കളർ എന്താവുന്നു? യെല്ലോയിൽ നിന്ന് മെറ്റാലിക് സിൽവർ ആക്കി മാറുന്നുണ്ട്. അതുപോലെ ലാർജ് എമൗണ്ട് ഓഫ് ഫാറ്റ് ഇവരുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. എന്തിനാണ് ലാർജ് എമൗണ്ട് ഓഫ് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? അതായത് ഇവര് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് ഫീഡിങ് ചെയ്യില്ല അല്ലെ, സ്റ്റോപ്പ് ഫീഡിങ്. അവര് ഫീഡ് ചെയ്യില്ല. ആ സമയത്ത് അവർക്ക് എനർജി വേണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫാറ്റ് ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡൈജസ്റ്റീവ് ട്രാക്ക് ഒക്കെ എന്താകും? ഷ്രിങ്ക് ആകും. അങ്ങനെ അവര് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവരുടെ ഗൊനാഡ്സ് ഒക്കെ എന്താവുന്നത്? മെച്ചർ ആവുന്നത്. ഓക്കെ. Then they lay egg in suitable spawning ground and after spawning they die. അപ്പൊ ഇവർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് മറൈൻ ഹാബിറ്റാറ്റിലേക്ക് പോവുകയാണ് അല്ലെ. ഫ്രഷ് വാട്ടറിൽ നിന്ന് മറൈൻ ഇതിലേക്ക് പോവുകയാണ്. അതായത് ഫ്രഷ് വാട്ടറിൽ ജീവിക്കാൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇവർക്ക് മറൈൻ ഏരിയയിൽ എന്തായാലും ജീവിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഓസ്മോട്ടിക് റെഗുലേഷനൊക്കെ പ്രശ്നത്തിലാവും. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നു? സ്പോണിങ്ങിന് ശേഷം അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവര് സ്പോണിങ്ങിന് ശേഷം എന്തായി പോകുന്നു? ഡെഡ് ആയി പോകുന്നു. ജുവനൈൽസ് എന്താവും? ജുവനൈൽസിന് മറൈൻ എൻവയോൺമെന്റ് വേണം, എന്നാലേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ജുവനൈൽസ് എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരും? ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരും. അവരുടെ ഫീഡിംഗ് ഹാബിറ്റാറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരും. അപ്പൊ ഇതാണ് കാറ്റാഡ്രോമസ് മൈഗ്രേഷൻ. അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, ഫ്രഷ് വാട്ടറിൽ നിന്ന് മറൈനിലേക്ക്. ഓക്കെ. ഇത് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഫിഗർ നോക്കുക. കാരണം ഫിഗർ എങ്ങനെ വേണമെങ്കിലും കൺഫ്യൂസ്ഡ് ആവാം അല്ലെ. പിന്നെ നമ്മൾ എന്താണ്, സൈസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എഗ്ഗിന്റെ പൊസിഷൻ ഒക്കെ നോക്കിയിട്ട് പറയാം. പക്ഷെ ചിലര് ആരോ മാത്രം നോക്കി തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇക്കാര്യം ഈ ഞാൻ പറഞ്ഞു തന്ന കോഡ് ഒന്ന് ഓർത്ത് വെക്കുക. ആന എവിടെയാണ് ഇറങ്ങുന്നത്? റിവർ, ഫ്രഷ് വാട്ടറിലാണ്. അപ്പൊ അനാഡ്രോമസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ ലേക്കാണ്. കാറ്റാഡ്രോമസ് കടലിലേക്ക്. അപ്പൊ അത് ഓർക്കുക. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ. പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് വിത്തിൻ ദ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ് അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, അതായത് ഫ്രഷ് വാട്ടറിനുള്ളിലുള്ള ഒരു മൈഗ്രേഷൻ ആണ്. ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഓൺലി വിത്തിൻ ദ ഫ്രഷ് വാട്ടർ. അതാണ് പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ. അപ്പൊ ഇത് ചെയ്യുന്നത് ആരൊക്കെയാണ്? ടീലിയോസ്റ്റ് ഫിഷസ്, അതുപോലെ കാറ്റ് ഫിഷസ്, ട്രൗട്ട്, കാർപ്പ്, പെർച്ചസ് ഒക്കെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ആൻഡ് ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? അതായത് ഇവർക്ക് സ്പോണിങ് ഗ്രൗണ്ട് നോക്കിയിട്ടാണ് ഇവരും എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇവരുടെ ഫുഡുള്ള ഹാബിറ്റാറ്റിലായിരിക്കില്ല അവര് സ്പോൺ ചെയ്യുന്നത്. സ്പോണിങ് ഗ്രൗണ്ട് വേറെ ആയിരിക്കും, ഫീഡിംഗ് ഗ്രൗണ്ട് വേറെ ആയിരിക്കും. അപ്പൊ
ഒരു ഫീഡിംഗ് ഗ്രൗണ്ടിൽ നിന്ന് മെച്ചുർ ആകുമ്പോൾ ഇവർ എന്ത് ചെയ്യും, സ്പോൺ ചെയ്യാൻ വേണ്ടി സ്പോണിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവരുടെ യങ് വൺസിന് വളർന്നു വരാൻ വേണ്ടി ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് കിട്ടും. ഓക്കെ. ആൻഡ് എന്താ സ്പോണിംഗ് ഗ്രൗണ്ടിൽ, ഫീഡിംഗ് ഗ്രൗണ്ടിലാണെങ്കിൽ ചിലപ്പോൾ പ്രിഡേറ്റേഴ്സ് ഒക്കെ കാണും അല്ലെ. അപ്പൊ അവിടെ യങ് ഫിഷസ് വരികയാണെങ്കിൽ പ്രിഡേറ്ററി ഫിഷസ് എന്ത് ചെയ്യും, യങ് ഫിഷസിനെ ഫീഡ് ചെയ്യാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ സർവൈവലിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, സ്പോണിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. പൊട്ടാമോഡ്രോമസ് മൈഗ്രേഷൻ. അതായത് ഇപ്പൊ ഡൗൺ സ്ട്രീമിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അപ് സ്ട്രീമിലേക്ക് പോയി സ്പോൺ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതാണ് പൊട്ടാമോഡ്രോമസ് ലൈഫ് സൈക്കിൾ. ദെൻ ഓഷ്യാനോഡ്രോമസ് മൈഗ്രേഷൻ പൊട്ടാമോഡ്രോമസിന്റെ തന്നെ എന്താണ് കടലിലെ വർഷൻ. അതായത് സീയില് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇത് ചെയ്യുന്നത് ആരൊക്കെയാണ്? കോഡ് ഫിഷസ്, ദെൻ മാക്രൽസ്. മാക്രൽസ് നമുക്കറിയാം നമ്മുടെ അയില എന്ന് പറയുന്ന മത്സ്യമാണ്. ദെൻ അറ്റ്ലാന്റിക് ഹെറിംഗ് ഒക്കെയാണ് ഈ ഒരു മൈഗ്രേഷൻ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ്? സീയിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നു. ഓക്കെ. അതായത് ഡീപ്പ് ഹോട്ടർ ഓഷ്യൻ വാട്ടറിൽ നിന്ന് ഷാലോ കോൾഡർ ഷോറിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ ഇവര് എവിടെയാണ് സ്പോൺ ചെയ്യുന്നത്? ഷാലോ വാട്ടേഴ്സിലാണ്. അതായത് അധികം ഡെപ്ത് ഇല്ലാത്ത ഷാലോ വാട്ടേഴ്സിലൊക്കെ ആണ് ഇവർ എന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നത്. ഇവര് താമസിക്കുന്നത്, അവരുടെ ഫീഡിംഗ് ഗ്രൗണ്ട് എവിടെയായിരിക്കും? ഡീപ്പർ ഹോട്ടർ ഓഷ്യൻ വാട്ടറിലായിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ബ്രീഡിംഗ് സീസണിലാണ് ഇവർ ഓഷ്യാനോഡ്രോമസ് മൈഗ്രേഷൻ കാണിക്കുന്നത്. സ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എങ്ങോട്ടേക്ക് വരാം? അവരുടെ ഹോമിലേക്ക് അല്ലെങ്കിൽ ഫീഡിംഗ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരാം. ഇത് വിത്തിൻ ദ സെയിം എന്താണ് വാട്ടർ. അതായത് സീ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ സീയിലുള്ള ഒരു ഓസ്മോട്ടിക് ബാലൻസ് ആയിരിക്കില്ല ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കുക. അപ്പം ഇവര് നിൽക്കുന്ന എൻവയോൺമെന്റ് സീ വാട്ടറിന്റെ തന്നെയാണ്, പക്ഷെ ഒരു ഹാബിറ്റാറ്റിൽ വേറെ ഹാബിറ്റാറ്റിലേക്ക് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ സർവൈവലിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്പോണിങ് ചെയ്തതിനു ശേഷം ഇവർക്ക് തിരിച്ചെന്ത് വരാം? അവരുടെ ഒറിജിനൽ ഹോമിലേക്ക് തിരിച്ചു. ഓഷ്യാനോഡ്രോമസ് മൈഗ്രേഷൻ അതാണ്. അടുത്തൊരു ടൈപ്പാണ് വെർട്ടിക്കൽ മൈഗ്രേഷൻ. അതായത് ഇതൊരു സ്പോണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ഒന്നും അല്ല. ഈ വെർട്ടിക്കൽ മൈഗ്രേഷൻ എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചില സ്പീഷീസ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സ് ഇവരൊക്കെ എന്ത് ചെയ്യും? വെർട്ടിക്കൽ മൈഗ്രേഷൻ കാണിക്കും. അതായത് നല്ല പ്രകാശമുള്ള, അതായത് സൺറൈസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഡേ ടൈമിൽ ഒക്കെ ഇവരെന്ത് ചെയ്യും? ഇവര് സർഫസ് വാട്ടറിൽ നിന്ന് എന്താണ് ഡെപ്തിലേക്ക് വരും. അതായത് ഈ ലൈറ്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അതായത് സൺറൈസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഡേ ടൈമിൽ ഇവർ ഇങ്ങോട്ടേക്ക് വരും, ഡെപ്തിലേക്ക് വരും. ഓക്കെ. ഈ ഡേ ടൈമിൽ എന്താണ് പ്രിഡേറ്റേഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. ഇപ്പൊ പ്രിഡേറ്റേഴ്സിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സ്മോൾ ഫിഷസിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സ് അതുപോലെ സൂപ്ലാങ്ക്ടൺ ഒക്കെ എന്ത് ചെയ്യും? ഇവരെ പ്രിഡേറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡേ ടൈമില് സർഫസിൽ നിന്ന് ഡെപ്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ. അതിനെ നമ്മൾ വെർട്ടിക്കൽ മൈഗ്രേഷൻ. ഇനി നൈറ്റ് ടൈം, അതായത് സൺ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകും. അപ്പൊ ഇങ്ങനെ ഒരു പോകുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു മൈഗ്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിക്കൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നടത്തുന്നത് ഫുഡിന് വേണ്ടി, ഫുഡ് കഴിക്കാൻ വേണ്ടി, അതായത് ഫീഡിങ്ങിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിഡേറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ലാർജർ സ്പീഷീസിന്, അതായത് ഏവിയൻ പ്രിഡേറ്റേഴ്സിന് അതായത് നമുക്കറിയാം ഏവിയൻ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പക്ഷികൾ. ചില പക്ഷികള് നമ്മള് സർഫസിലേക്ക് ഫിഷസ് എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പ്രിഡേറ്റ് ചെയ്യും അല്ലെ, ഫീഡ് ചെയ്യും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില ലാർജർ സ്പീഷീസിന് എന്ത് ചെയ്യാം? ഇതുപോലെ ഡേ ടൈമില് സർഫസ് വാട്ടേഴ്സ് ഒഴിവാക്കി ബോട്ടമിലേക്ക് വരാം. അത് കഴിഞ്ഞ് ഡോൺ ആവുമ്പോഴത്തേക്കും, സോറി, ഡെസ്ക് ടൈം, അതായത് സൺസെറ്റ് ടൈം ആവുമ്പോഴത്തേക്കും എങ്ങോട്ടേക്ക് പോവാം? ടോപ്പിലേക്ക് പോവാം. അപ്പം ഇതാണ് ഈ വെർട്ടിക്കൽ മൈഗ്രേഷൻ. ഇതൊരു 24 hour പീരിയോഡിസിറ്റി, അതല്ലേ അല്ലെ? ഒരു 24 hourന്റെ ഒരു സൈക്കിളാണ് ഈ വെർട്ടിക്കൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ ഇതെന്തിനു വേണ്ടി? സ്പോണിങ്ങിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഫീഡിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ പ്രിഡേറ്റേഴ്സിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ആണ്. ദെൻ ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കും സൗത്തിൽ നിന്ന് നോർത്തിലേക്കും ഒക്കെ ഉള്ള മൈഗ്രേഷൻ ആണ്. അതായത് ക്ലൈമറ്റിക് ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ എന്തെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ കണ്ടീഷനിലേക്ക് അവർക്ക് പോകണം.
അതിനുവേണ്ടി അവർ എന്ത് ചെയ്യും, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുന്നു. എന്നിട്ട് നോർത്തിലെ ടെമ്പറേച്ചർ ഓക്കെ ആകുമ്പോൾ സൗത്തിൽ നിന്ന് തിരിച്ച് നോർത്തിലേക്ക് പോകും. അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്നു, സൗത്തിലെ ടെമ്പറേച്ചർ ഓക്കെ ആകുമ്പോൾ സൗത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതൊക്കെയാണ് ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡ് ഫിഷ് ആണ്. അവരെന്ത് ചെയ്യുന്നു, സ്പ്രിംഗ് ടൈമിൽ അവരെന്ത് ചെയ്യും നോർത്തിലേക്ക് പോകും. ഇനി ഓട്ടം ആവുമ്പോ എന്ത് ചെയ്യും, അല്ലെ, സൗത്തിലേക്ക്, അതായത് മൈഗ്രേറ്റ് നോർത്ത് ഇൻ ദ സ്പ്രിംഗ്. ഒരു സ്പ്രിംഗ് ആവുമ്പോൾ എങ്ങോട്ട് പോകും, നോർത്തിലേക്ക് പോകും. ഓട്ടം ആവുമ്പോൾ സൗത്തിലേക്ക് വരും. ഇതാണ് ഈ ലാറ്റിറ്റ്യൂഡിനൽ മൈഗ്രേഷൻ. എക്സാമ്പിൾ സോഡ് ഫിഷ്. അടുത്ത് ഷോർവാർഡ് മൈഗ്രേഷൻ, അതായത് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകും. നമുക്കറിയാം ഈൽ പോലുള്ള ഫിഷസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിൽ സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെ. അതായത് ഒരു പർട്ടിക്കുലർ പോണ്ടിൽ നിന്ന് വേറൊരു പോണ്ടിലേക്ക് അവർക്ക് പോകണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് പോണ്ടിന് ഇടയിലുള്ള ആ മോയിസ്റ്റ് സോയിലിൽ കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന മൈഗ്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർവാർഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് ഷോ ചെയ്തത് ആരാണ്, ഈൽസ് ആണ്, ഈൽ ഫിഷസ് ആണ് ഇങ്ങനൊരു മൈഗ്രേഷൻ ഷോ ചെയ്യുന്നത്. ഇനി മൈഗ്രേഷന്റെ സമയത്ത് എങ്ങനെയൊക്കെയാണ് ഫിഷസ് മൂവ് ചെയ്യുന്നതെന്നാണ്. ആദ്യത്തെ മൂവ്മെന്റ് ആണ് ഡ്രിഫ്റ്റിംഗ് മൂവ്മെന്റ്. അപ്പൊ ഡ്രിഫ്റ്റിംഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു പാസീവ് മൂവ്മെന്റ് ആണ്. അപ്പൊ വാട്ടർ കറൻസ് പോകുന്ന, അതായത് വാട്ടർ കറൻസിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ മൂവ്മെന്റിനോടൊപ്പം ഇവരെന്ത് ചെയ്യും, ഫിഷും ഡ്രിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് പോകും. ദാറ്റ് ഇസ് ഡ്രിഫ്റ്റിംഗ് മൂവ്മെന്റ്. നെക്സ്റ്റ് ഈസ് ഡിസ്പേഴ്സൽ മൂവ്മെന്റ്. ഡിസ്പേഴ്സൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റാൻഡം ലോക്കോമോട്ടറി മൂവ്മെന്റ് ആണ്. അതായത് ഒരു യൂണിഫോം ഹാബിറ്റാറ്റിൽ നിന്ന് ഡൈവേഴ്സ് ലൊക്കേഷൻ, പല ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യുന്നവര് ഡിസ്പേഴ്സ് ചെയ്തു പോകുന്നു. അതായത് എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ല, പല സ്ഥലത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഡിസ്പേഴ്സൽ മൂവ്മെന്റ്. ദെൻ സ്വിമ്മിങ് മൂവ്മെന്റ്. സ്വിമ്മിങ് മൂവ്മെന്റ് എന്താണ്, ഒരു ഓറിയന്റഡ് മൂവ്മെന്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സ്റ്റിമുലസിന് നേരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് സോഴ്സിന് നേരെ അങ്ങനെയൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, ഒരേപോലെ ഓറിയന്റഡ് ആയിട്ട് സ്വിം ചെയ്ത് പോകുന്നെങ്കിൽ ദാറ്റ് ഇസ് സ്വിമ്മിങ് മൂവ്മെന്റ്. അടുത്തതാണ് ഡീനേറ്റന്റ് ആൻഡ് കോൺട്രാനേറ്റന്റ് മൂവ്മെന്റ്. ഇതൊരു ആക്റ്റീവ് സ്വിമ്മിങ് ആണ്. അതായത് ഈ സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡീനാറ്റന്റ് അല്ലെങ്കിൽ കോൺട്രാനേറ്റന്റ് മൂവ്മെന്റ് കാണിക്കുന്നത് എങ്ങനെയാണ്, എനർജി യൂസ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെന്റ് ആണ്, ഒരു ആക്റ്റീവ് സ്വിമ്മിങ് ആണ്. അപ്പൊ ഡീനേറ്റന്റ് മൂവിങ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് വിത്ത് ദ വാട്ടർ കറന്റ്, അതായത് വാട്ടർ കറന്റ് എങ്ങോട്ടാണ് അതിനോടൊപ്പം മൂവ് ചെയ്ത് പോകുന്നു. അതൊരു എന്താണ് ഈസി ആയിട്ടുള്ള, അതായത് വെള്ളം പോകുന്ന അതേ ഭാഗത്തേക്ക് നീന്താൻ ഈസി ആയിരിക്കും, അല്ലെ. ഇനി കോൺട്രാനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ കറന്റിന് എഗെയിനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ എഗെയിനിസ്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, കുറച്ച് കൂടുതൽ എനർജി വേണം, അല്ലെ. അപ്പൊ എഗെയിനിസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ എനർജി ഒരുപാട് സ്പെൻഡ് ആവുന്നുണ്ട്. അപ്പൊ അതാണ് കോൺട്രാനേറ്റന്റ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. ഡീനാറ്റന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കറന്റിന്റെ സെയിം സൈഡിലേക്ക്, അതായത് വെള്ളം എങ്ങോട്ടാണോ ഒഴുകുന്നത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. കോൺട്രാനേറ്റന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കറന്റിന് എഗെയിനിസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യുന്നു. ഓക്കെ, ദീസ് ആർ ദ ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ഡ്യൂറിങ് മൈഗ്രേഷൻ. അടുത്തുള്ളത് ഈ ഫിഷ് മൈഗ്രേഷന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഫിഷിന് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീഡിങ് അല്ലെങ്കിൽ സ്പോണിങ് ഗ്രൗണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അവർക്ക് ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ല എങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ഫോർ ഫീഡിങ് അവർക്ക് കണ്ടെത്താം, അല്ലെ. അതുപോലെ സ്പോണിങ് ഗ്രൗണ്ട്, അതായത് ഇവര് ഫീഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പ്രിഡേറ്റേഴ്സ് ഒക്കെ കാണും. അപ്പൊ ഇവരുടെ യങ് വൺസിന് സർവൈവല് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പോണിങ് ഗ്രൗണ്ട് ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന വഴിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ പ്രൊട്ടക്ഷൻ ഫ്രം പ്രിഡേറ്റേഴ്സ്, ദെൻ സർവൈവ് ഫ്രം എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ. ഇതൊക്കെയാണ് എന്താണ് മൈഗ്രേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ടു അച്ചീവ് ബെറ്റർ ഗ്രോത്ത് റേറ്റ്സ് ആൻഡ് ഗ്രേറ്റർ റീപ്രൊഡക്റ്റീവ് സക്സസ്, അല്ലെ. അവരുടെ റീപ്രൊഡക്റ്റീവ് സക്സസ്, അതായത് ഇവരുടെ യങ് വൺസിനൊക്കെ എന്ത് ചെയ്യണം, സർവൈവ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ നല്ലൊരു പ്രിഡേറ്റർ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, സ്പോൺ ചെയ്ത് പോകാം. ദെൻ ഇറ്റ് ഈസ് എൻ അഡാപ്റ്റേഷൻ ക്യാരക്ടർ ഫോർ സർവൈവൽ ആൻഡ് എക്സിസ്റ്റൻസ്. അവർക്ക് സർവൈവ് ചെയ്യാം, അതായത് ഒരു ബാഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് നല്ല സാഹചര്യത്തിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാം, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു അഡാപ്റ്റേഷൻ ആണ്, അല്ലെ. സർവൈവ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ഫിഷസിന്റെ. ഇതൊക്കെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാരണം ഫിഷിന് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒബ്വിയസ്ലി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെ. കാരണം എന്താണ്, ഹൈ എനർജി അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി എക്സ്പെൻഡിച്ചർ ഇവിടെ നടക്കും. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ എന്താണ്
ഡീനേറ്റന്റ് അല്ലെങ്കിൽ കോൺട്രാനേറ്റന്റ് മൂവ്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് അവർ ഒരുപാട് എനർജി എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് എനർജി അവർക്ക് എക്സ്പെൻഡിച്ചർ നടക്കും. ഓക്കെ. അതുപോലെ മെനി ഓഫ് ദം ഗെറ്റ് ലോസ്റ്റ് ഡ്യൂറിങ് മൈഗ്രേഷൻ, അതായത് കൂട്ടമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരാണെങ്കിൽ കൂട്ടം തെറ്റി പല വഴിക്കൊക്കെ ആയി പോകാം അല്ലെ. അപ്പൊ അങ്ങനെ സംഭവിക്കാം. അതുപോലെ ന്യൂമറസ് മൈഗ്രേറ്ററി ഫിഷ് ആർ ഈറ്റൻ ബൈ പ്രെഡേറ്റേഴ്സ്. അപ്പൊ മൈഗ്രേറ്ററി ഫിഷസ് വരുന്നത് നോക്കിയിരിക്കുന്ന ചില പ്രെഡേറ്റേഴ്സ് ഉണ്ട്. അവർ ഈ വഴി മൈഗ്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ കുറെ പേരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രെഡേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രെഡേറ്റേഴ്സ് എന്ത് ചെയ്യാം, ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന അത്രയും ആൾക്കാരെ എന്ത് ചെയ്യാം, ഏറെക്കുറെ ആൾക്കാരെ എന്ത് ചെയ്യാം, പ്രിഡേറ്റ് ചെയ്യാം. അപ്പം അല്ലെങ്കിൽ ഫീഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ദെൻ ഡാം കൺസ്ട്രക്ഷൻ ചെക്ക് മൈഗ്രേഷൻ ആൻഡ് കൺസേൺ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്ട്. ഇനി അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രേഷൻ നടത്തുന്ന സ്പീഷീസ്, ഓക്കെ, ഈ മൈഗ്രേഷൻ നടത്തുന്ന സ്പീഷീസിന് എന്താണ്, അവരുടെ ഒരു ലൈഫ് സൈക്കിൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു മൈഗ്രേഷൻ പ്രോപ്പർ ആയിട്ട് നടത്തണം അല്ലെ. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ഡാം ഒക്കെ കൊണ്ട് കെട്ടുകയാണെങ്കിൽ, ഡാം കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ ഈ മൈഗ്രേറ്ററി സ്പീഷീസ് ആയിട്ടുള്ള ഫിഷസിന് എന്ത് സംഭവിക്കും, അവർക്ക് ഈ എന്താ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ, അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫീഡിങ് പുതിയ ഫീഡിങ് ഗ്രൗണ്ട് അന്വേഷിച്ച് പോകുമ്പോൾ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവർക്ക് എന്ത് പറ്റും, അവരുടെ പോപ്പുലേഷൻ കുറയുകയും എന്ത് ചെയ്യാം, എക്സ്റ്റിങ്ക്ട് ആയി പോവുകയും ചെയ്യാം. അപ്പൊ മൈഗ്രേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ മൈഗ്രേറ്ററി സ്പീഷീസിന് എന്തിനുള്ള ചാൻസ് ഉണ്ട്, എക്സ്റ്റിങ്ഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ മൈഗ്രേഷൻ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൈഗ്രേഷൻ ഓഫ് ഫിഷസിന് ഉള്ളിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ചെറിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് അനാഡ്രോമസ് മൈഗ്രേഷൻ എന്താണ്, കാറ്റഡ്രോമസ് മൈഗ്രേഷൻ എന്താണ്, പൊട്ടാമോഡ്രോമസ് എന്താണ്, ഓഷ്യാനോഡ്രോമസ് എന്താണ്, ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, ഏതൊക്കെ സ്പീഷീസ് ആണ് ഈ മൈഗ്രേഷൻ ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കുക. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം അതുപോലെ ആ മൂവ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്. മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ്.